പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ തൻ്റെ ഓഫീസിൽ നടന്ന ഇൻകം ടാക്സ് പരിശോധനയ്ക്കെതിരെ, അത് റെയ്ഡ് എന്ന് പറയുന്നുണ്ടോ, റെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരുന്ന പരിശോധനയ്ക്കിടയിൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനിടയ്ക്ക് തൊട്ടപ്പുറത്തുള്ള തൻ്റെ മുറിയിലേക്ക് പോയ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ശ്രീമൻ CJ റോയ് നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത് വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് വിഷയീഭവിച്ചിരിക്കുകയാണ്. പലതരത്തിലുള്ള വാദഗതികൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ശ്രീമൻ റോയിയെ ഈ പറഞ്ഞ പോലെ സമ്മർദ്ദത്തിലാഴ്ത്തിയത് കൊണ്ടാണ് അദ്ദേഹം പോയി ആത്മഹത്യ ചെയ്തത് എന്ന് ഉള്ള വാദമുണ്ട്. മറുഭാഗത്ത് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലാണ്ട റോയി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള വാദമുണ്ട്. അങ്ങനെ ഒരുപാട് വാദമുഖങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും റോയിയുടെ മരണം കേരളത്തെയാണ് ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ചത്. കാരണം മലയാളിയാണ്, ഒരു അതിസമ്പന്നനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമല്ല, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലെ പല പല പരിപാടികളും, ബിഗ് ബോസ്, ഐഡിയ സ്റ്റാർ സിംഗർ, അതൊക്കെ അതിലൊക്കെ പ്രധാനപ്പെട്ട സ്പോൺസറായിരുന്നു ഈ CJ റോയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ പിന്നെ മലയാളത്തിലും കന്നഡയിലുമായിട്ട് അദ്ദേഹം എന്നൊരു 10ഓളം സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. അപ്പം വളരെ സുപരിചിതനാണ് ഈ റോയ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ കേരളത്തിൽ. നമുക്കറിയാം, ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും ആ സ്ഥാപനങ്ങളുടെ ഒന്നും ഉടമകൾ ആരാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ ശോഭ ഗ്രൂപ്പിൻ്റെ ഉടമ ആരാണെന്ന് നമുക്കറിയില്ല, പുറവങ്കര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല പല ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ സ്ഥാപനങ്ങൾ, പക്ഷെ അവരുടെ ആരുടെയും ഉടമകൾ ആരാണെന്ന് നമുക്കറിയില്ലെങ്കിലും ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ ശ്രീമൻ CJ റോയ് ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അദ്ദേഹം കേരളത്തിൽ സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ ഞെട്ടൽ ഉളവാക്കി. അഖിലേന്ത്യാ തലത്തിൽ തന്നെ ബിസിനസ് മേഖലകളിലുമൊക്കെ തന്നെ ഈ ആത്മഹത്യ വ്യാപകമായിട്ടുള്ള ചർച്ചാ വിഷയമായി. പ്രത്യേകിച്ച് മോഡി ഗവൺമെൻറ്റിൻ്റെ ഇൻകം ടാക്സ് പരിശോധനയും ED പരിശോധനയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അവർ ചെലുത്തിയ സമ്മർദ്ദത്തെ തുടർന്നാണോ ശ്രീമൻ CJ റോയ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ശ്രീമൻ റോയ് വലിയൊരു മഹാത്മാവായി, അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ ഉള്ള ശ്രമങ്ങൾ വലിയ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി, അദ്ദേഹത്തെ ഹരാസ് ചെയ്ത് അയാളെ മരണത്തിലേക്ക് കൊണ്ടുചെന്ന് എടുത്തെറിയുകയായിരുന്നു കേന്ദ്ര ഏജൻസികൾ എന്നുള്ള നിലയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഞാൻ എടുത്തുചാടി വീഡിയോ ചെയ്യാനൊന്നും പോയില്ല. കാര്യങ്ങളൊക്കെ ഒന്ന് നെല്ലും പതിരും തിരിയട്ടെ എന്നുള്ളത് കൊണ്ടും കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ലഭിക്കട്ടെ എന്നും കരുതിക്കൊണ്ടാണ് ഞാൻ ഒരല്പം താമസിച്ചത്. കാരണം വിശ്വാസയോഗ്യമായിട്ട് വേണമല്ലോ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ. അല്ലാതെ കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തുചാടി എന്തെങ്കിലും പറയുന്നതിനകത്ത് അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് ഞാൻ കാത്തിരുന്നത്. എന്തായാലും എനിക്കിപ്പോൾ കൃത്യമായിട്ടുള്ള ധാരണ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ റോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ഹെൽവിറ്റ് ആൻഡ് പക്കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടുന്ന് 1997 അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു. അതിനുശേഷം ഇത് തുടങ്ങി. കേരളത്തിൽ മാത്രം ഏതാണ്ട് 1000 ഫ്ലാറ്റുകൾ അദ്ദേഹം ഇതിനുള്ളിൽ നിർമ്മിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 180ഓളം പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. കാരണം അതൊക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി വരികയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു.
അദ്ദേഹത്തിൻ്റെ കാറുകളോടുള്ള ക്രേസ് സംബന്ധിച്ചൊക്കെ തന്നെ ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. 12 റോൾസ് റോയ്സ് ഉണ്ട്, ബുഗാട്ടി വെരിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ ഒരുപാട് വില പിടിപ്പുള്ള കാറുകളുണ്ട്. ഓരോ കാറിനും ഏതാണ്ട് 18 ലക്ഷം വീതമാണ് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് തുടക്കകാലത്ത് ഒരു മാരുതി കാറുണ്ടായിരുന്നു, അത് വിറ്റുപോയി. തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം 10 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിച്ചു. അതിലൂടെയാണ് അദ്ദേഹത്തിന് തിരിച്ച് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് വിശദാംശങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇതിനുള്ളിൽ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ കേരളത്തിൽ അദ്ദേഹം വലിയൊരു വാഴ്ത്തുപാട്ടിന് അദ്ദേഹം വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 2 വീഡിയോകൾ ഞാൻ യൂട്യൂബിൽ കാണുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ പിന്നെ പ്രധാനപ്പെട്ട ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന മറ്റ് പല സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഞാൻ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില നിഗമനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില നിഗമനങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പീഡനമോ അല്ലെങ്കിൽ ഹരാസ്മെൻറ്റോ കൊണ്ടാണ് സിമൻ റോയി ആത്മഹത്യ ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഒരു പീഡനോപകരണമായി ഇൻകം ടാക്സിനെയും പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ഒക്കെ കേന്ദ്ര ഭരണാധികാരികൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു തർക്കവുമില്ല. അവിടെ എനിക്ക് പറയാനുള്ളൊരു ചെറിയ കാര്യം, എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിൻ്റെ പിന്നെ യൂട്യൂബ് ചാനലിലും അദ്ദേഹം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചെന്നിട്ട് ഇത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഒന്നും ഇങ്ങനെ പീഡനോപകരണങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അതൊക്കെ പിന്നെ ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ വന്നുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ BJPക്ക് വേണ്ടി ചെയ്യുന്ന ചില PR വർക്കുകൾ മാത്രമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. കാരണം ഇൻകം ടാക്സും പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ പൂർണ്ണമായി കേന്ദ്ര ഭരണകൂടത്തിൻ്റെ പിന്നെ പീഡനോപകരണങ്ങളാണ് അല്ലെങ്കിൽ മർദ്ദനോപാധികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയ എതിരാളികളെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയും ഒക്കെ വളരെ കാര്യമായി തന്നെ മോദിയും സംഘവും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇനിയിപ്പം ശ്രീജിത്ത് പണിക്കർ 1 ഡസൻ വീഡിയോ ചെയ്താൽ പോലും അതൊന്നും മറിച്ച് ജനം വിശ്വസിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഈ വിഷയത്തിൽ സിമൻ റോയിയെ ഈ ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ ഹരാസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശദമായി അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഡിസംബർ തുടക്കത്തിലോ മറ്റോ പിന്നെ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വരുമാന സ്രോതസ്, അവർക്ക് പണം എവിടുന്ന് വരുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഓഫീസിൽ ചെന്ന് നടത്തിയിരുന്നു. അതിനെ തുടർന്ന് കുറേ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ഫ്രീസ് ചെയ്യുകയും അവിടെ ഒരു മുറിയിൽ സീൽ ചെയ്തിട്ട് പോവുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ അതിന്മേലൊരു തീരുമാനമുണ്ടാവണം. അപ്പോൾ ആ തീരുമാനം ഉണ്ടാവുന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ 2-3 ദിവസങ്ങൾ. അവിടെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കേന്ദ്ര ഓഫീസിൽ ബാംഗ്ലൂരിൽ നടത്തിക്കൊണ്ടിരുന്ന പരിശോധന ഈ പ്രൊഹിബിറ്ററി ഓർഡറിൻ്റെ കാലാവധി തീരുന്ന ദിവസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യേണ്ട പണി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. പിന്നെ കേരളത്തിൽ നിന്ന് ഉദ്യോഗസ്ഥൻ ചെന്നു എന്ന് പറയുന്നതും അത് ഒരു തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഉദ്യോഗസ്ഥന്മാർക്ക് എവിടെ വേണമെങ്കിലും പോയി പരിശോധന നടത്താനുള്ള പിന്നെ അധികാരം അവർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഏറിയ പങ്ക് പ്രവർത്തനവും കേരളത്തിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആവാം ചിലപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്നത്. അവരെ വിളിച്ചതനുസരിച്ച് ശ്രീമൻ റോയി അവിടെ വന്നു. അവിടെ വന്നതിനെ തുടർന്ന് അവർ സീൽ ചെയ്ത് വെച്ചിരുന്ന രേഖകൾ എടുത്ത് ശ്രീമൻ റോയിയെ കാണിച്ച് ചില സംശയങ്ങളൊക്കെ അവർ ചോദിച്ചു. ആ ചോദിച്ചതിൻ്റെ ഇടയിലാണ് ശ്രീമൻ റോയി അപ്പുറത്തെ മുറിയിലേക്ക് പോയി അവിടെ ചെന്ന് അദ്ദേഹം നെഞ്ചിലേക്ക് വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്, ഇൻകം ടാക്സുകാരുടെ എന്തെങ്കിലും പീഡനം കൊണ്ടാണ് ശ്രീമൻ CJ റോയി ആത്മഹത്യ ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അപ്പം സ്വാഭാവികമായും പീഡനം കൊണ്ടല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ഒരു വാദഗതി. അപ്പോൾ പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ത് എന്നത് സംബന്ധിച്ച് അതിന് ഒരു മറുപടി നമ്മൾ തേടേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള എൻ്റെ നിരീക്ഷണങ്ങളും ചില സൂചനകളുമാണ് ഞാൻ പറയുന്നത്. കാരണം കൃത്യമായി അദ്ദേഹം എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ളത് സംബന്ധിച്ചൊന്നും പുറത്ത് വന്നിട്ടില്ല. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. സുഹൃത്തുക്കളെ, അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ യൂട്യൂബിൽ നടത്തിയ അന്വേഷണങ്ങളും എൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
അദ്ദേഹം കഴിഞ്ഞ 20 വർഷക്കാലമായി 2005 2006 മറ്റാണ് അദ്ദേഹം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അതായത് 20 വർഷക്കാലമായി അവർ ആ സ്ഥാപനം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ CJ റോയിയുടെ നേതൃത്വത്തിൽ ആ സ്ഥാപനം ആ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. അപ്പോൾ CJ റോയ് ഒരു ബില്യനെയർ ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള കണക്കുകളില്ല. ബില്യനെയർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8,500-9,000 കോടി രൂപയുടെ ആസ്തി അവർക്ക് ഉണ്ടാവാനാണ് സാധ്യത. 9,000-10,000 കോടി രൂപയുടെ ആസ്തി ഉള്ള ഒരു സ്ഥാപനമാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായിട്ടുള്ള CJ റോയിയുടെ പല ഇൻ്റർവ്യൂകളും ഞാൻ കണ്ടു. അപ്പോൾ അതിലൊക്കെ തന്നെ ശ്രീമാൻ റോയി തൻ്റെ സ്ഥാപനത്തിൻ്റെ പല പല കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം വളരെ വാചാലനായി പറയുന്നത് ഞാൻ കണ്ടു. പല പല ഉദാഹരണങ്ങളും കാര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നും സമയപരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, തൻ്റെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച്, തൻ്റെ സ്ഥാപനത്തിന് എവിടെ നിന്നാണ് സാമ്പത്തിക സ്രോതസ് കിട്ടുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ആ അഭിമുഖങ്ങളിലൊന്നും പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അദ്ദേഹം ആപ്പാടെ ആവർത്തിച്ച് ഹാർപ്പ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് നോ ഡെറ്റ് കമ്പനി എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 9,000-10,000 കോടി രൂപയുടെ സ്ഥാപനത്തിന് ഒരു നയാ പൈസയുടെ കടബാധ്യതയില്ലായിരുന്നു, ഒരു നയാ പൈസയുടെ വായ്പയില്ലായിരുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവിടെയാണ് എന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തത്. കാരണം ഒരു നയാ പൈസയുടെ വായ്പയില്ലാതെ, ഒരു നയാ പൈസയുടെ കടമില്ലാതെ എങ്ങനെയാണ് ഒരാൾക്കൊരു 10,000 കോടി രൂപയുടെ ഒരു സംവിധാനം കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ളത് ഒരു സാധാരണ മനുഷ്യൻ്റെ പൊട്ടബുദ്ധിയിൽ പോലും തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി, അതുപോലെ തന്നെ റിലയൻസ്, അങ്ങനെ ഒരുപാട് വലിയ വൻകിട കുത്തകകളുണ്ട്. ആ വൻകിട കുത്തകകളുടെയൊക്കെ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ കടമാണ്. 50% കൂടുതൽ കടം ഈ അദാനിക്ക് പോലും ഉണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ശ്രീമാൻ CJ റോയ് 10,000 കോടി രൂപയുടെ തൻ്റെ സ്ഥാപനം കഴിഞ്ഞ 20 വർഷക്കാലമായി ഒരു നയാ പൈസയുടെ കടമോ ഒരു നയാ പൈസയുടെ വായ്പയോ ഇല്ലാതെ നടത്തിയത് എന്നുള്ളത് അതൊരു സ്വാഭാവികമായിട്ടുള്ള ചോദ്യമല്ലേ സുഹൃത്തുക്കളെ? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമല്ലേ? സ്വാഭാവികമായും 10,000 കോടി രൂപയുടെ ബിസിനസ് നടത്തുന്നതിന് ഒരുപാട് ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് പണം കണ്ടെത്തേണ്ടി വരും. ഒരുപാട് പണം കണ്ടെത്തിയാൽ മാത്രമേ ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടക്കുന്ന കച്ചവടങ്ങളും ഫ്ലാറ്റ് നിർമ്മാണ മേഖലയിൽ നടത്തുന്ന കച്ചവടങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനകത്ത് പിന്നെ ഒരാളൊരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ആദ്യം പൈസ കൊണ്ട് തന്നിട്ടല്ലല്ലോ ഫ്ലാറ്റ് നിർമ്മിക്കുന്നത്. ഫ്ലാറ്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അഡ്വാൻസ് കിട്ടും, ഫ്ലാറ്റ് നിർമ്മിച്ച് കഴിഞ്ഞിട്ടാണല്ലോ അതിന് പൈസ കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരുപാട് പണം അത് നടപ്പിലാക്കുന്ന ആളുടെ കയ്യിൽ, ഒരുപാട് ഫണ്ട് അയാളുടെ കയ്യിൽ ഉണ്ടാവേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്ലാറ്റുകളൊക്കെ നിർമ്മിച്ചും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള തുകകൾ എങ്ങനെയാണ് ശ്രീമാൻ CJ റോയ് ജനറേറ്റ് ചെയ്തത് എന്നത് സംബന്ധിച്ച് ഒരു പിടിയും നമുക്കില്ല. കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്? വായ്പയില്ല, കടമില്ല, വായ്പയില്ല, ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് വളരെ ദുരൂഹമല്ലേ സുഹൃത്തുക്കളെ? അത് സംശയാസ്പദമല്ലേ? ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി നമ്മളൊന്ന് നോക്കി, അതിതീവ്ര സമ്പന്നനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കാറുകളോടുള്ള ക്രൈസ് നമ്മൾ നോക്കിയേ. അതിനകത്ത് പറയുന്നത് 12 റോൾസ് റോയ്സ്, ബുഗാട്ടി വേറോൺ എന്ന് പറഞ്ഞത്, കൊനേഗിസെഗ് അഗേറ എന്ന് പറഞ്ഞത്, ലെംബോർഗിനി, മക്ലാർക്കൻ 720S, മെഴ്സിഡസ് ബേബാക്ക്, അതുപോലെ തന്നെ G650 എന്ന് പറഞ്ഞ പ്രൈവറ്റ് ജെറ്റ്. അപ്പോൾ ഇതിൽ ഒരു റോൾസ് റോയ്സിന് 18 ലക്ഷം രൂപ വരെ അദ്ദേഹം ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പണത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് അയാളിലേക്കുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നെ അയാളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള 8,000-9,000 കോടി രൂപ, ഇതിനാവശ്യമായിട്ടുള്ള പണം എവിടുന്നാണ് ഈ ശ്രീമാൻ റോയ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ദുരൂഹമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ അദ്ദേഹം സിനിമയൊക്കെ എടുത്തു എന്ന് പറയുന്നു. അതിൽ 2012-2013 എടുത്ത കാസനോവ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് തന്നെ ഏതാണ്ട് 12 കോടി രൂപയാണ് ചെലവഴിച്ചത്. പൊളിഞ്ഞു പോയതാണ്. അതിൽ കേരളത്തിലെടുത്ത അതുപോലെ എന്താണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, അറബിക്കടലിലെ സിനിമ, അതും പൊളിഞ്ഞതാണ്. ഇതിനെല്ലാം കോടികൾ ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണമൊക്കെ എവിടുന്നാണ് വന്നത് എന്നുള്ളത് ദുരൂഹമാണ്. ഞാൻ മനസ്സിലാക്കുന്നത്
കുറെ വർഷങ്ങൾക്ക് മുമ്പ് ആശീർവാദ് സിനിമാസ് എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ സിനിമാ നിർമ്മാണ കമ്പനിയിൽ നടന്ന ഇൻകം ടാക്സ് റെയ്ഡിന്റെ ഇടയിലാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഇൻകം ടാക്സിന് വിവരങ്ങൾ കിട്ടിയതും അതിനെ തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ശ്രീമാൻ CJ റോയിയുടെ ഫണ്ടിന്റെ സോഴ്സ് എന്താണെന്നുള്ളത് ദുരൂഹം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതിൽ ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഫണ്ടിന്റെ സോഴ്സിനെ കുറിച്ചിട്ടുള്ള അസുഖകരമായിട്ടുള്ള ചോദ്യങ്ങൾ ഇൻകം ടാക്സുകാർ CJ റോയിയോട് ചോദിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിരീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് തൃപ്തികരമായ മറുപടി പറയാൻ റോയിക്ക് കഴിയാതെ വരും. കാരണം റോയി ഒരു വലിയ കൾട്ട് ഫിഗറാണ് കേരളത്തിൽ. ഐഡിയ സ്റ്റാർ സിംഗർ, മറ്റേ കോൺഫിഡൻറ്റ്, ബിഗ് ബോസ്, അതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് CJ റോയി. മറ്റ് റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങളുടെ ഉടമകൾ ആരാണെന്ന് നമുക്കറിയില്ല, പക്ഷേ കോൺഫിഡൻറ്റ് റോയി എന്ന് പറഞ്ഞാൽ വലിയൊരു കൾട്ട് ഫിഗറാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള തൻ്റെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന നിലയിലേക്ക് ഈ അന്വേഷണം പോയേക്കാം എന്നുള്ള സംശയം ബലപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാവണം ശ്രീമാൻ CJ റോയി അപ്പുറത്തെ മുറിയിൽ ചെന്ന് തൻ്റെ കയ്യിലുള്ള ലൈസൻസ് റിവോൾവർ എടുത്തത് നെഞ്ചിലേക്ക് ഉതിർത്തത് എന്നാണ് ഞാൻ ഒന്നാമതായി. രണ്ടാമതായി എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫണ്ടിൻ്റെ സോഴ്സുമായി ബന്ധപ്പെട്ട്. നമുക്കറിയാം സ്ലൊവേക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും കൗൺസിൽ ജനറൽ ആയിരുന്നു. സ്ലൊവേക്കിയ എന്ന് പറഞ്ഞ രാജ്യം വലിയ കുപ്രസിദ്ധമായിട്ടുള്ള ഡ്രഗ് കാർട്ടലൊക്കെ ആയി ബന്ധപ്പെട്ട് കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ കൗൺസിൽ ജനറൽ ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ദുരൂഹമായിട്ടുള്ള ഇടപാടുകളുടെ സാധ്യത വളരെ വലുതാണ്. ഒരുപാട് ഡ്രഗ് കാർട്ടലുകൾ, അനധികൃതമായിട്ടുണ്ടാകുന്ന പണം, അതൊക്കെ ഉണ്ടാകുന്ന രാജ്യമാണ് ഈ സ്ലോവാക്യ. അവിടെ ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഡാർക്ക് പണം, ഈ അനധികൃതമായി വലിയ തോതിലുള്ള പണം അദ്ദേഹത്തിൻ്റെ ഈ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനത്തിലേക്ക് ഒഴുകിക്കാണാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് ഈ ദുബായിലൊക്കെ ഉള്ള ചില ഡീലുകളുണ്ട്. ആ ഡീലുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് നടത്താൻ ഒരു 500 കോടി രൂപ വേണം എന്നിരിക്കട്ടെ. ആ 500 കോടി രൂപ തരാം എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റുകാർ നിങ്ങളെ ദുബായിൽ സമീപിക്കും. അവർ പറയും, നിങ്ങൾ ഒരു ഡോക്യുമെൻറ്റും ഞങ്ങൾക്ക് തരണ്ട, നിങ്ങൾക്ക് തരാനുള്ള 500 കോടി രൂപ നിങ്ങൾ പറയുന്ന ദിവസം പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ തരും. ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട, പക്ഷേ ആ പണം ഞങ്ങൾ ഇൻഷുർ ചെയ്യും, അതിനൊരു ഇൻഷുറൻസ് എടുക്കും. ആ ഇൻഷുറൻസ് എടുക്കുന്നത് ഞങ്ങളുടെ നോമിനിയുടെ പേരിലായിരിക്കും, നിങ്ങളുടെ പേരിലായിരിക്കില്ല. അതുകൊണ്ട് ഈ പണം നിങ്ങൾ ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പണം, അതിൻ്റെ നോമിനി ഞങ്ങളായിരിക്കും, ആ പണം ഞങ്ങൾ എടുക്കും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് അവർ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ പണം തരും. അങ്ങനെയുള്ള സെറ്റുകാരുണ്ടെന്നാണ് പറയുന്നത് ദുബായിലൊക്കെ. സ്വാഭാവികമായും അതുപോലെയൊക്കെയുള്ള ലോബികളിൽ നിന്ന് ശ്രീമാൻ CJ റോയി പണം വാങ്ങിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അപ്പം സ്വാഭാവികമായി ഡിഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരും ഒന്ന് പണം എടുക്കും. പണം എടുക്കുമ്പോഴത്തേക്ക് ചിലപ്പം ആളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് വരെ അവർ ശ്രമിച്ചെന്നിരിക്കും. അത്രയ്ക്ക് വലിയ ഈ പറഞ്ഞ റഷ്യൻ ഡ്രഗ് മാഫിയൊക്കെ വളരെ സജീവമാണ് ദുബായിൽ നിന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പുറത്തു വരികയും പണം കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം അപകടത്തിലാകുമ്പോൾ തൻ്റെ ജീവിതം മാത്രമാണോ തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതമൊക്കെ അപകടത്തിലാവാൻ സാധ്യതയില്ലേ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കില്ലേ ഒരുപക്ഷെ അദ്ദേഹം തൻ്റെ നെഞ്ചത്തേക്ക് നിറയൊഴിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പം അതുകൊണ്ട് ഇതാണ് എനിക്ക് റോയിയുടെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകളെ കുറിച്ചിട്ട് നടത്താനുള്ള നിരീക്ഷണം. ഒന്ന്, തൻ്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തോന്നൽ. രണ്ട്, തൻ്റെ ഫണ്ട് സോഴ്സ് എവിടുന്നാണ് എന്ന് തൃപ്തികരമായി വിശദീകരണം കൊടുക്കാൻ പറ്റാതിരുന്ന സാഹചര്യം. പ്രത്യേകിച്ച് ഈ ഇൻകം ടാക്സിന് പുറകെ ED കൂടെ വരുന്നുണ്ട് എന്നുള്ള വിവരം ഉണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ജീവിച്ചിരുന്നാൽ സൽപ്പേര് പോകും എന്നുള്ളതായിരിക്കാം അദ്ദേഹത്തിന് ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു കാരണം. രണ്ട്, ഈ പറഞ്ഞതുപോലെ ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ലോബിയുടെ ഒരു ഡാർക്ക് അണ്ടർബെല്ലി ഉണ്ട്. ആ ഡാർക്ക് അണ്ടർബെല്ലിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്ന പണം ഈ റോയിയുടെ ബിസിനസ്സിലേക്ക് വന്നിരിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. അതിൽ ഡിഫോൾട്ട് ചെയ്താൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് മനസ്സിലാക്കിയ റോയി അത് തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൻ്റെ മറ്റു ബന്ധുക്കളെയൊക്കെ ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തന്നിലൂടെ താനോടുകൂടി അതങ്ങ് അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ എന്ന് പറഞ്ഞ്
അദ്ദേഹം ആത്മഹത്യ ചെയ്തതായിട്ട് ആവാനാണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തെ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്ന് മഹത്വവൽക്കരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ദുരൂഹമായിട്ടുള്ള പണത്തിൻ്റെ പങ്ക് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ കാര്യമായി വാങ്ങിയിട്ടുണ്ട്. അച്ചടി മാധ്യമങ്ങളെക്കുറിച്ച് എനിക്കറിയാം, ദൃശ്യമാധ്യമങ്ങൾ കാര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, സിനിമാ മേഖലയും കാര്യമായി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ നിന്നും ദൃശ്യമാധ്യമങ്ങളുടെ മേഖലയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ CJ ജോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്.